മതസൗഹാർദ്ദത്തിൻ്റെ നാടായ ബെൽത്തങ്ങാടി സിറോ മലബാർ സഭയിലെ തന്നെ കർണാടകയിലെ ആദ്യത്തെ മിഷൻ രൂപത. ബെൽത്തങ്ങാടിയെക്കുറിച്ച് പറയുമ്പോൾ അനേക വിശേഷണങ്ങളാണ് ഇന്ന് സിറോ മലബാർ സഭയ്ക്കുള്ളത്. ബെൽത്തങ്ങാടി രൂപത സ്ഥാപിതമായിട്ട് ഇന്ന് 26 വർഷങ്ങൾ പിന്നിടുമ്പോൾ ബെൽത്തങ്ങാടി രൂപതയ്ക്ക് തന്നെ അഭിമാനത്തിൻ്റെ ഒരു നിമിഷം കൂടിയാണ്. ബെൽത്തങ്ങാടി രൂപതയുടെ നിയുക്ത പിതാവ് ജെയിംസ് പട്ടേരി പിതാവിൻ്റെ മെത്രാഭിഷേകത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ 10-ാം വചനമാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വേണ്ടിയിട്ടുള്ളതാണ്. ബെൽത്തങ്ങാടി ഒരുങ്ങിക്കഴിഞ്ഞല്ലേ ലോറൻസ് പിതാവേ? അതെ, ബെൽത്തങ്ങാടി വലിയ സന്തോഷത്തിലാണ്, ആവേശത്തിലാണ്. നമ്മുടെ അച്ഛന്മാരും സന്യസ്തരും ആളുകളുമൊക്കെ സന്തോഷത്തിലാണ്. പുതിയ പിതാവിനെ കിട്ടിയതിലുള്ള സന്തോഷം അവർക്കുണ്ട്. ജെയിംസ് പിതാവ് ഇവിടെ ഇപ്പം പ്രാർത്ഥനയിലും ധ്യാനത്തിലൊക്കെ ആയിട്ട് ചെലവഴിക്കുക. പിതാവ് 2 ദിവസമായുള്ളൂ വന്നത്, ധ്യാനിക്കാൻ പോയിരിക്കുകയായിരുന്നു. 26 വർഷം, ഏകദേശം 26 വർഷം ബെൽത്തങ്ങാടി എന്ന ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്ത് അതിനെ പ്രായപൂർത്തിയാക്കി ലോകത്തിന് സമർപ്പിച്ച പിതാവാണ് ലോറൻസ് മുക്കുഴി പിതാവ്. നാളെ നിയുക്തനായി ബെൽത്തങ്ങാടിയുടെ ബിഷപ്പായി ചാർജ് എടുക്കുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് പിതാവ് ഹാപ്പിയല്ലേ? വെരി ഹാപ്പി. നാളത്തെ പ്രോഗ്രാമിന് 2 പിതാക്കന്മാരും ബെൽത്തങ്ങാടിയിലെ വൈദികരും അതുപോലെ തന്നെ വിശ്വാസ സമൂഹവും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ദൈവവിളി ലഭിച്ചവൻ നീ ഭാഗ്യമുള്ളോൻ, ആ ചിറകിൻ കീഴിൽ എന്നും നിന്ന ഭയം മറന്നിടല്ലേ. പുരോഹിതൻ വിശുദ്ധി തൻ പളുങ്കു പാത്രമേ, വിലയാർന്ന മൺകുടമേ, വിശ്വാസഗോപുരമേ. ദൈവ നിയോഗം പോലെ ആ 7 മക്കളിൽ ഒരാൾ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് ഇന്ന് ബെൽത്തങ്ങാടി രൂപതയുടെ നിയുക്ത ബിഷപ്പായി. അപ്പനും അമ്മയും 7 മക്കളും അടങ്ങുന്ന ഒരു കുടുംബം പ്രതീക്ഷകളുമായി കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് കുടിയേറി. വർഷങ്ങൾക്കിപ്പുറം ദൈവനിയോഗം പോലെ 7 മക്കളിൽ ഒരാൾ വന്നുചേർന്ന രൂപതയുടെ മെത്രാനായി നിയോഗിക്കപ്പെട്ടു. അത്യപൂർവമായ ദൈവവിളിയുടെ കഥയാണ് ബെൽത്തങ്ങാടിയുടെ നിയുക്ത ഇടയന് പങ്കുവയ്ക്കാനുള്ളത്. ദൈവത്തിന്റെ പരിപാലനയും കരുതലും ജീവിതത്തിലുടനീളം അനുഭവിച്ചറിഞ്ഞ മോൺസിഞ്ഞോർ ജെയിംസ് പട്ടേരിയുടെ ജീവിത വഴിയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. 26 വർഷത്തെ സേവനത്തിന് ശേഷം മാർ ലോറൻസ് മുക്കുഴി വിരമിച്ച സാഹചര്യത്തിലാണ് പുതിയ ബിഷപ്പായി മോൺസിഞ്ഞോർ ജെയിംസ് പട്ടേരിയെ പാപ്പ നിയമിച്ചത്. ജെയിംസ് പിതാവെ, ബെൽത്തങ്ങാടി ഒരു മിഷൻ രൂപത കൂടിയാണ്. ബെൽത്തങ്ങാടിയിലെ പ്രവാചക ദൗത്യം അങ്ങ് ഏറ്റെടുക്കുമ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്? ഏതൊക്കെ മേഖലകളിലാണ് ദൈവ നിയോഗം ഇവിടെ പൂർത്തീകരിക്കാൻ പോകുന്നത്? ദൈവത്തിൻ്റെ സഭയിൽ ഒരു നിശ്ചിതമായ ഒരു രൂപമില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും യാത്രികരാണ്. പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷം പ്രതീക്ഷയുടെ വർഷമാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രതീക്ഷയുടെ വർഷത്തിൽ നമുക്ക് ആൾക്കാർക്ക് പ്രതീക്ഷ കൊടുക്കുക അതൊരു പുതിയ നിയോഗമായി ഞാൻ ഏറ്റെടുക്കുകയാണ്. കാരണം ഒത്തിരി ആൾക്കാർ പ്രതീക്ഷ നശിച്ചവരുണ്ട്. അപ്പോൾ അവർക്ക് പ്രതീക്ഷ കൊടുക്കുവാനായിട്ട് സാധിച്ചെങ്കിൽ ഏത് രീതിയിലാണെന്ന് നമുക്കിപ്പം പറയാൻ പറ്റില്ല. അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സാഹചര്യം അനുസരിച്ചിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ആപ്തവാക്യമായിട്ട് എടുത്തിരിക്കുന്നത് തന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ 10-ാം വചനമാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമായിട്ടുള്ള ആ വാക്യം കർത്താവ് പറഞ്ഞതാണ്. ഞാൻ നല്ല ഇടയനാകുന്നു. ആ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ
ബലി കഴിക്കുന്നു. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആ ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാനായിട്ട് എന്നാണ്. അപ്പോൾ ആ ഒരു ആപ്തവാക്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ മേൽപ്പെട്ട ശുശ്രൂഷയിൽ അത് അകന്നത്ര രീതിയിൽ നമ്മുടെ ഈ സൗത്ത് കാനറ ഈ ബെൽത്തങ്ങാടി രൂപതയ്ക്ക് അനുയോജ്യമായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനായിട്ടുള്ള ആ പരിശ്രമത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ബെൽത്തങ്ങാടി രൂപതയുടെ മെത്രാനായിട്ട് നിയോഗിക്കപ്പെട്ട ആ ഒരു ചാർജ് എടുക്കും എന്നൊരു പ്രതീക്ഷ പിതാവിനുണ്ടായിരുന്നോ? പിതാവ് കർണാടകയിൽ തന്നെ ഒരു നേറ്റീവായിട്ടുള്ള ആൾ കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും രൂപതയിൽ തന്നെ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പിതാവായിരിക്കാം അടുത്ത ഒരു ബിഷപ്പ് എന്ന്. അപ്പം എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ അന്നത്തെ ആ പ്രഖ്യാപനമൊക്കെ? എനിക്ക് ഇങ്ങനെയൊരു ആലോചന ഇല്ലായിരുന്നു. അത് നമുക്കറിയാമല്ലോ 2 വർഷം മുൻപ് അല്ല 1 വർഷം മുൻപാണത് രൂപതയുടെ ജൂബിലി ആഘോഷിച്ചു. അപ്പോൾ ആ ആഘോഷത്തിൽ എന്നെ വിളിച്ചായിരുന്നു. ഞാനിവിടെ വന്നു. അപ്പോൾ അവർ ഈ റിലീജിയസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് എന്നെ ഈ ജൂബിലിയുടെ അന്നത്തെ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അവരെന്നെ വിളിച്ചു. ഞാനവിടെ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അന്ന് ഈ ഒത്തിരി ബിഷപ്സിൻ്റെ ഇടയ്ക്ക് എന്നെ കണ്ടപ്പോൾ ആൾക്കാർക്കൊരു ഒരു 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 ചോദ്യം വന്നെന്ന് തോന്നുന്നു, അടുത്ത ബിഷപ്പ് ആവുമോ എന്ന്. അപ്പോൾ അങ്ങനെ ഞാനത് ഒരു കാര്യമായിട്ട് എടുത്തില്ല. അപ്പം അന്നത്തെ കാലത്ത് അങ്ങനെ വലിയ നമുക്ക് പ്രതീക്ഷയൊന്നുമില്ലല്ലോ. അപ്പോൾ അത് അന്ന് തൊട്ട് ആൾക്കാർ ഞാൻ പറഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു, സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടു, പക്ഷേ ഞാനത് വലിയ കാര്യമായിട്ട് എടുക്കാനുമായിട്ട് പോയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണല്ലോ എൻ്റെ തീരുമാനം അവർ പറയുന്നത്. അപ്പോൾ അതുവരെ ഇവർ അന്വേഷിക്കുകയായിരുന്നു ആരാണ് പറ്റിയ ആളെന്ന്. നമുക്കറിയത്തില്ലായിരുന്നു. ഞാൻ സീക്രട്ടായിട്ട് അവർ അന്വേഷിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് കിട്ടിയ ന്യൂസ് ഓഗസ്റ്റ് മാസത്തിലാണ്. ഇങ്ങനെ അങ്ങോട്ട് വരാനായിട്ട് എന്നെ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് വിളിക്കുകയും അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതുവരെ എനിക്ക് വലിയ ഊഹമൊന്നും ഇല്ലായിരുന്നു ഇതേപ്പറ്റി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇങ്ങനെ ജൂബിലിക്ക് എന്നെ കണ്ടപ്പോൾ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. കാരണം ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ബിഷപ്സ് 10-30 ബിഷപ്സ് ഉണ്ടായിരുന്നു. അവരുടെ ബിഷപ്സിൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു കുർബാന സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ കുർബാന ചൊല്ലിക്കൊണ്ടൊന്ന് അത് കണ്ട ആൾക്കാർ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതേ എനിക്ക് അറിയാമുള്ളൂ. അതെ, 2025 നവംബർ 5-ാം തീയതി ബെൽത്തങ്ങാടി രൂപതയ്ക്ക് തന്നെ ഏറ്റവും വലിയ അഭിമാനത്തിൻ്റെ നിമിഷം കൂടിയാണ്. പിതാവ് നാളെ ദൈവനിയോഗം പേറി ബെൽത്തങ്ങാടി രൂപതയെ നയിക്കുവാൻ പോകുന്ന ആ അത്യപൂർവ നിമിഷങ്ങൾക്ക് സാക്ഷിയാകുവാൻ പോവുകയാണ് ഈ കർണാടകയിലെ ഈ ബെൽത്തങ്ങാടി എന്ന ഈ ഗ്രാമം. പിതാവിൻ്റെ ദൈവവിളിയെക്കുറിച്ചും അന്നത്തെ കുടിയേറ്റത്തെക്കുറിച്ചുമൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ആദ്യം മുതലേ അച്ഛനാകാനുള്ള ഒരു ഭാഗ്യം തരണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അത് ആദ്യമായിട്ട് തന്നെ ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന കാലത്ത് ഞാൻ എന്നും അമ്മയുടെ കൂടെ പള്ളി പോകുമായിരുന്നു. ആ പോയിക്കൊണ്ടിരുന്ന കാലത്ത് തന്നെ ഞങ്ങളുടെ പള്ളിയിലെ വൈദികരെ കണ്ട് പഠിച്ചതാണ്. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ കയറിയ ആശയമാണത്, അച്ഛനാകണം എന്നുള്ള ആശയം. അപ്പോൾ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നെന്നും. അങ്ങനെയാണ് ഞാൻ എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം നമ്മുടെ ക്ലരീഷ്യൻ സഭയിലെ കുറവലിങ്ങാട് എന്നൊരു നമ്മുടെ ജോസ് കുനമ്പർമലച്ചൻ ഞങ്ങളുടെ വികാരിയച്ഛൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അങ്ങനെ പുള്ളിയെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ അന്ന് അച്ഛനുമായിട്ട് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു പരീക്ഷയ്ക്ക് ജയിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ആ കോൺടാക്റ്റ് എടുത്ത് ഞാൻ ആദ്യം കുറവലിങ്ങാട് മൈനർ സെമിനാരിയിൽ ക്ലരീഷ്യൻ സഭയിലെ ആദ്യത്തെ ഭവനമാണ് ക്ലാരിറ്റ് ഭവൻ കുറവലിങ്ങാട്. നമ്മുടെ മാതാവിൻ്റെ പള്ളിയുടെ തൊട്ട് പുറകിലായിട്ട് ഞങ്ങളുടെ ഒരു ഹൗസുണ്ട്, ക്ലരീഷ്യൻസിൻ്റെ ആദ്യ ഭവനമാണത്. ക്ലരീഷ്യൻസ് 1970 അവിടെ ആരംഭിച്ചതാണ്. ആ ഹൗസിലാണ് ഞാൻ ആദ്യം പോയി ചേരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ബാംഗ്ലൂർക്ക് പോയി. ബാംഗ്ലൂരിൽ നോവിഷ്യേറ്റും ഫിലോസഫിയും തിയോളജിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് 90 എൻ്റെ പട്ടം. നമ്മുടെ അന്ന് തലശ്ശേരി രൂപതയുടെ മെത്രാനായിരുന്ന മാർ ജോർജ് വലിയമറ്റ പിതാവ് എനിക്ക് എൻ്റെ ഇടവപ്പള്ളിയിൽ വന്ന് എനിക്ക് പട്ടം തന്നു. പട്ടം തന്നു കഴിഞ്ഞ് 1 വർഷക്കാലം ഞാൻ ഈ രൂപതയിൽ തന്നെ, അന്ന് ബെൽത്തങ്ങാടി രൂപത ആയിട്ടില്ല, അന്ന് സൗത്ത് കാനറ മിഷനായിരുന്നു. തലശ്ശേരി രൂപതയുടെ സൗത്ത് കാനറ മിഷനിൽ 1 വർഷം ജോലി ചെയ്യാനായിട്ട് സാധിച്ചു എനിക്ക്. ഞാൻ ഉദനയിൽ ബഹുമാനപ്പെട്ട ചിറലച്ചൻ്റെ കൂടെ
ചെറിലച്ചൻ്റെ അസിസ്റ്റൻ്റായിട്ടും പിന്നെ നെട്ടണ ഗുത്തികാറ് എന്ന് പറയുന്ന 2 പള്ളികളുടെ വികാരിയായിട്ടും 1 വർഷക്കാലം ഞാൻ അവിടെ സേവനം ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നെ കുറവിലങ്ങാട്ടേക്ക് നമ്മുടെ ക്ലാരിറ്റി ഭവൻ്റെ പ്രൊക്കുറേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ പിന്നെ കുറവിലങ്ങാട്ടേക്ക് പോയി. കുറവിലങ്ങാട്ട് 3 വർഷക്കാലം ഉണ്ടായിരുന്നു ക്ലാരിറ്റി ഭവൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് ഞാൻ പിന്നെ ജർമ്മനിക്ക് പോകാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. അങ്ങനെ പിന്നെ ജർമ്മനിക്ക് പോകുന്നത്.